എല്ലാവരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ഒരു വിരലിലേക്ക് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ട്രിഗർ ഫിംഗർ എന്നാണ് ഇതിന് പറയുക. എപ്പോഴെങ്കിലും നമ്മുടെ വിരലുകൾ മടക്കിയിട്ട് പിന്നെ നിവരണില്ല, അല്ലെങ്കിൽ മടക്കിയിട്ട് നിവർത്തുമ്പോൾ ഒരു പെട്ടെന്ന് കാഞ്ചി വലിച്ചു വിട്ട പോലെ അത് ചാടിപ്പോകുന്നു, ഇല്ലെങ്കിൽ അത് മടങ്ങിയിരുന്ന് കഴിഞ്ഞിട്ട് നിവർത്താൻ പ്രയാസമെന്ന് മറ്റേ കൈ കൊണ്ട് പിടിച്ച് നിവർത്തിയാലേ നിവരുകയുള്ളൂ, അല്ലെങ്കിൽ കയ്യിലേക്ക് ശക്തമായിട്ടുള്ള വേദന വരുന്നു ഈ മടക്കി നിവർത്തുന്ന സമയത്ത്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ ട്രിഗർ ഫിംഗർ? ഹലോ, എൻ്റെ പേര് ഡോക്ടർ മിഥുൻ. ഞാൻ സബൈൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴയിൽ കൺസൾട്ടൻ്റ് ഇൻ ഓർത്തോപീഡിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ ഒരു വിരലിലേക്ക് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ട്രിഗർ ഫിംഗർ എന്നാണ് ഇതിന് പറയുക. എപ്പോഴെങ്കിലും നമ്മുടെ വിരലുകൾ മടക്കിയിട്ട് പിന്നെ നിവരണില്ല, അല്ലെങ്കിൽ മടക്കിയിട്ട് നിവർത്തുമ്പോൾ ഒരു പെട്ടെന്ന് കാഞ്ചി വലിച്ചു വിട്ട പോലെ അത് ചാടിപ്പോകുന്നു, ഇല്ലെങ്കിൽ അത് മടങ്ങിയിരുന്ന് കഴിഞ്ഞിട്ട് നിവർത്താൻ പ്രയാസമെന്ന് മറ്റേ കൈ കൊണ്ട് പിടിച്ച് നിവർത്തിയാലേ നിവരുകയുള്ളൂ, അല്ലെങ്കിൽ കയ്യിലേക്ക് ശക്തമായിട്ടുള്ള വേദന വരുന്നു ഈ മടക്കി നിവർത്തുന്ന സമയത്ത്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ ട്രിഗർ ഫിംഗർ? നമ്മുടെ വിരലുകൾ മടക്കുന്ന വള്ളികൾ നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ താഴെ നിന്നാണ് തുടങ്ങുന്നത്. അത് വള്ളിയായി മാറി, പിന്നെ മസിലായി മാറി, വീണ്ടും വള്ളിയായി മാറി നമ്മുടെ വിരലുകളിലേക്ക് വന്ന് അറ്റത്ത് വന്നിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൈപ്പത്തിയിലൂടെ പോകുന്ന സമയത്ത് ഇത് ഒരു പല ടണലുകളിലൂടെയാണ്, ചെറിയ ട്യൂബുകളിലൂടെയാണ് ഈ വള്ളികളെല്ലാം പോകുന്നത്. ആ ട്യൂബുകൾക്ക് പല ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കൈ മടക്കവും നൂർത്തവും ചെയ്യുമ്പോൾ ആ വള്ളികൾ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ കൂടി തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ആ ട്യൂബുകൾ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അതേസമയം നമ്മുടെ എപ്പോഴെങ്കിലും ഈ വള്ളികൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുകയോ, അല്ലെങ്കിൽ ചില കോമൺ കണ്ടീഷൻസിൽ അഥവാ നമ്മുടെ യൂറിക് ആസിഡ്, ഷുഗർ ഉള്ള ആൾക്കാരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുക. നമ്മുടെ ഈ വള്ളികളിൽ ചെറിയ നീർക്കെട്ട് പോലെ വരാറുണ്ട്. അപ്പോൾ ഈ വള്ളിക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്കവും നൂർത്തവും ചെയ്യുന്ന സമയത്ത് ഈ ട്യൂബിനുള്ളിലേക്ക് കയറാൻ കുറച്ച് മടിയായിരിക്കും. ആ സമയത്ത് നല്ല വേദന എടുക്കും. അതേസമയം നമ്മൾ കുറച്ച് ഫോഴ്സ് ചെയ്ത് മടക്കി കഴിഞ്ഞാൽ അത് മടങ്ങി തന്നെ ഇരിക്കും. കാരണം അത് ആ ട്യൂബിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരാൻ പ്രയാസമായിട്ട് അത് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോഴാണ് നമ്മൾ മറ്റേ കൈ കൊണ്ട് പിടിച്ച് നിവർത്തുക, അങ്ങനത്തെ ആവശ്യങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇനീഷ്യൽ സമയങ്ങളിൽ നമുക്ക് ഇത് തുടങ്ങിയിട്ട് 1-2 ആഴ്ചകളൊക്കെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കൈക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും മടക്കുക നിവർത്തുക ചെയ്ത് കഴിഞ്ഞ് ഇത് ഫ്രീ ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രീ ആവില്ല. അത് കൂടുതൽ നീർക്കെട്ടുണ്ടാക്കുകയും പെയിൻ കൂടുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ ചെയ്യേണ്ടത് കൈക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, വള്ളിമേലുള്ള നീര് സെറ്റിൽ ആവാനായിട്ടുള്ള സമയം കൊടുക്കുക. കൂടാണ്ട് നമ്മൾ ഐസ് വെച്ച് കൊടുക്കുക. അത് മെയിനായിട്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ ബോൾ ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് നമ്മൾ പറയും. ഈ ഒരു ഭാഗത്തായിട്ട് വേണം നമ്മൾ ഏത് വിരലിനാണോ പ്രയാസമുള്ളത് ആ ഭാഗത്തായിട്ട് നമ്മളൊരു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഐസ് പാക്സ് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഓർത്തോപീഡിഷ്യനെ കാണുക, കുറച്ച് നീർക്കെട്ടിൻ്റെ ഗുളികകൾ എടുക്കുക. മെയിൻ പക്ഷേ കൈക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ സ്റ്റേജസിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ ഇച്ചിരി കുറഞ്ഞു, ഇച്ചിരി കൂടി ഫിംഗേഴ്സ് ഫ്രീ ആയി തുടങ്ങിയെന്ന് കണ്ടു കഴിയുമ്പോൾ ഇതിനുള്ള കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസസും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ചിലർ പക്ഷേ ഇത് ഇഗ്നോർ ചെയ്യാറുണ്ട്. വളരെ ലേറ്റായിട്ടാണ് പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് വന്ന് കാണിക്കുക. സ്റ്റക്കായി നിൽക്കണു, ഒട്ടും പറ്റണില്ല, ഭയങ്കര വേദനയായിട്ടൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ മരുന്ന് കഴിച്ചത് കൊണ്ടോ ഐസ് വെച്ചത് കൊണ്ടോ വലിയ ഫലമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂബുകളുണ്ട്, അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ട്യൂബിലാണ് യൂഷ്വലി ഇത് കയറി സ്റ്റക്ക് ആവുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവിടെ മാത്രം ചെറുതായിട്ട് മരവിപ്പിച്ചിട്ട് ആ ട്യൂബിനെ തുറന്നു വിടുക എന്നുള്ളതാണ്. അങ്ങനെ ആ വള്ളിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത്. വൺസ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികൾ ഇത് ഒരുപാട് നാൾ സ്വയം ചികിത്സയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് മരുന്നുകൾ കഴിക്കുകയോ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ കാര്യങ്ങൾ ചെയ്യരുത്. ഏറ്റവും നല്ലത് ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ പോയി കാണുക, കണ്ടിട്ട് അത് എന്താണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് അത് ഒരുപാട് ഗുരുതരമായതിനു ശേഷം പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന സമയം തന്നെ ഒരു ഡോക്ടറെ പോയി സമീപിക്കുക.